അപ്പോൾ അവർക്ക് കൊടുത്ത ആ ഓഹരിയുടെ പേരിൽ ഈ കുട്ടിയെ മാനസികമായി ശാരീരികമായി അമ്മായിയമ്മയും നാത്തൂനും ഈ ഭർത്താവും പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. മാനസിക ശാരീരികമായ പീഡനത്തെ തുടർന്നാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അവർ മരണത്തിലേക്ക് നയിക്കപ്പെട്ടുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആ കുടുംബമാണ്. അതിന് കൊലപാതകം തന്നെയാണ് വിവക്ഷിക്കേണ്ടത്. നമ്മൾ പല കേസുകളിലും കണ്ടുവരുന്നതനുസരിച്ച് നീതി എത്രമാത്രം നടപ്പിലാക്കാൻ നിയമ സംവിധാനത്തിന് കഴിയുമെന്നുള്ളതും ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം പല രാഷ്ട്രീയ ഇടപെടലുകൾ അതിനകത്ത് നടക്കുന്നുണ്ട്. അവർക്ക് വലിയ സ്വാധീനമുള്ള ഫാമിലിയാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമുക്കറിയാം നമ്മുടെ നിയമങ്ങളൊക്കെ എങ്ങോട്ടാണ് വഴിമാറുന്നത്. സാമ്പത്തികത്തിനും അല്ലെങ്കിൽ അവരുടെ മറ്റ് സംവിധാനങ്ങൾക്കുമൊക്കെ അനുസരിച്ച് അവരുടെ പിടിപാടുകൾക്കൊക്കെ അനുസരിച്ച് നിയമങ്ങൾ മാറ്റിമറിക്കപ്പെടുന്നുണ്ട്. ജിസ്മോൾ ജയിച്ച വാർഡിലെ ഇപ്പോഴത്തെ മെമ്പർ ഈ ഒരു സാഹചര്യത്തിൽ പ്രതികരണവുമായി നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തോട് കാര്യകാരണങ്ങൾ നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് NK ശശികുമാർ. ഞാൻ മുത്തോലി ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ ഈ ജിസ്മോളുടെയും മക്കളുടെയും ഒരു ആത്മഹത്യയല്ല, ഒരു കൊലപാതകമായിരുന്നു എന്നാണോ തറപ്പിച്ച് പറയുന്നത്? അല്ല, അത് കൊലപാതകമാണല്ലോ. ആ ജിസ്മോൾ മരണപ്പെട്ടു എന്നുള്ളത് വെറുതെ ഒരു സുപ്രഭാതത്തിൽ തോന്നി മരണപ്പെടുന്നതല്ലല്ലോ. സ്വന്തം ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്ന് ഉണ്ടായ ആ മാനസിക ശാരീരികമായ പീഡനത്തെ തുടർന്നാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനെ മരണം അല്ലെങ്കിൽ അസ്വാഭാവിക മരണം എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ക്രൂരമായ പീഡനത്തിൻ്റെ വെളിച്ചത്തിൽ അവർ മരണത്തിലേക്ക് നയിക്കപ്പെട്ടുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആ കുടുംബമാണ്. അതിന് കൊലപാതകം തന്നെയാണ് വിവക്ഷിക്കേണ്ടത്. നിയമം അനുശാസിക്കുന്നതനുസരിച്ച് 7 വർഷം വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിന് മുന്നിലാണ് ഈ ഭർതൃവീട്ടിൽ ഈ പെൺകുട്ടി ഓരോ പെൺകുട്ടി മരിക്കുന്നതെങ്കിൽ അതിന് കടുത്ത നിയമം വിവക്ഷിക്കുന്നുണ്ട് നമ്മുടെ നിയമത്തിൽ. അങ്ങനെയെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പോലീസ് അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ച് ഇന്ന് മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കിടക്കണം. അവിടെയാണ് നിയമം നമുക്ക് സംരക്ഷണം നൽകുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ജിമ്മിയുടെയും ജിസ്മോളുടെയും പ്രണയവിവാഹമായിരുന്നോ? ഒരിക്കലുമല്ല, അത് ആലോചിച്ചുള്ള വിവാഹമായിരുന്നു. ഓക്കെ. ഇപ്പോൾ ജിമ്മി കാരിത്താസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതിന് ശേഷം ജിമ്മിയുടെ നേർക്ക് അധികം അമ്പുകളൊന്നും വന്നിരുന്നില്ല. കാരണം ഈ കുടുംബം വരുന്നതിന് മുമ്പ് വരെ, അതായത് ജിസ്മോളുടെ കുടുംബം എല്ലാവരുടെ മുന്നിലും ഇങ്ങനൊരു പത്രസമ്മേളനം കൊടുക്കുന്നതിന് മുമ്പ് വരെ ജിമ്മിയെ ഒരു വെള്ള പൂശുന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ, ആ കുടുംബത്തെ എല്ലാം. അപ്പോൾ അത്രത്തോളം ഒരു ഹോൾഡ് ഉള്ളത് കൊണ്ട് നീതി ലഭിക്കാതെ പോകും എന്ന് തോന്നുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ ഇന്നത്തെ നമ്മൾ പല കേസുകളിലും കണ്ടുവരുന്നതനുസരിച്ച് നീതി എത്രമാത്രം നടപ്പിലാക്കാൻ നിയമ സംവിധാനത്തിന് കഴിയുമെന്നുള്ളതും ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം പല രാഷ്ട്രീയ ഇടപെടലുകൾ അതിനകത്ത് നടക്കുന്നുണ്ട്. അവർക്ക് വലിയ സ്വാധീനമുള്ള ഫാമിലിയാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമുക്കറിയാം നമ്മുടെ നിയമങ്ങളൊക്കെ എങ്ങോട്ടാണ് വഴിമാറുന്നത്. സാമ്പത്തികത്തിനും അല്ലെങ്കിൽ അവരുടെ മറ്റ് സംവിധാനങ്ങൾക്കുമൊക്കെ അനുസരിച്ച് അവരുടെ പിടിപാടുകൾക്കൊക്കെ അനുസരിച്ച് നിയമങ്ങൾ മാറ്റിമറിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ പല കേസുകളിലും നമുക്ക് കാണുന്നതാണ്. ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ മരണത്തിലായാൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് സ്വാധീനത്തിൻ്റെ ബലത്തിൽ എന്തൊക്കെ ചെയ്യപ്പെടാൻ സാധിക്കും, എന്തൊക്കെ ആളുകൾക്ക് സംരക്ഷണം കിട്ടും എന്നുള്ളത് നമുക്ക് കാണുന്നതാണ്. അതുപോലെ തന്നെ ആണ് ഈ കാര്യത്തിൽ ഞങ്ങൾ കോടതിയിലായാലും ഫൈറ്റ് ചെയ്യും. ഏതറ്റം വരെ ഞങ്ങൾ ഇതിനു വേണ്ടിയുള്ള പോരാട്ടം നടത്തും. ഞങ്ങളെ സംബന്ധിച്ചിപ്പം ഞാൻ BJPയുടെ ഒരു മെമ്പറാണ്. പക്ഷേ ഈ പെൺകുട്ടി കോൺഗ്രസിൻ്റെ മെമ്പറാണ്. പക്ഷേ അങ്ങനത്തെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഇതിലല്ല. ഒരു നീതി സംവിധാനത്തിൽ ഒരു രാജ്യത്ത് ആ പെൺകുട്ടി ഏൽക്കേണ്ടി വന്ന പീഡനങ്ങൾ അത് എല്ലാവർക്കും ബാധകമാണ്. അവിടെ രാഷ്ട്രീയമോ ജാതിയോ മതമോ എന്നുള്ളതല്ല. അത്തരത്തിലുള്ള പീഡനങ്ങൾ നടത്തുന്ന ആരായാലും അത് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. സമൂഹം അവരെ തിരിച്ചറിയണം. അതിനുള്ളൊരു അവസരം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതിൽ മറ്റൊരു ദുരൂഹമായ ഒരു കാര്യമായിട്ട് തോന്നിയത് ജിസ്മോളെയും മക്കളെയും ഈ ആത്മഹത്യക്ക് ശേഷം കൊണ്ടുപോയത് കാരിത്താസിലേക്കാണ്. ഈ കാരിത്താസിലാണ് ഈ ജിമ്മി ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരാളുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് കാരിത്താസിൽ ആരുടെയോ മരണം എന്ന നിലയിൽ ജിമ്മി വരുമ്പോൾ കാണുന്നത് സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും ബോഡികളാണ് എന്നുള്ള നിലയിലാണ്. ചിലർ പറയുന്നു കാരിത്താസിലെത്തുമ്പോൾ ജീവനുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതിലെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ദുരൂഹത തോന്നുന്നു? അല്ല, അതിൽ ദുരൂഹത സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ. കാരണം ഈ പ്രതി എന്ന് പറയുന്ന ജിമ്മി ജോലി ചെയ്യുന്നത് കാരിത്താസ് ആശുപത്രിയിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടുത്തെയുള്ള സ്വാധീനങ്ങളുണ്ട്.
അങ്ങോട്ട് കൊണ്ടുപോയി അദ്ദേഹം അങ്ങനെ ആ സമയത്താണ് കണ്ടതെന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായതാണ് കാര്യമാണ്. കാരണം ഇവരുടെ ഫോൺ കോൾ അനുസരിച്ച് ഈ ജിമ്മിയുടെ അമ്മാവൻ, മുൻ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ജിമ്മിയുടെ അമ്മാവൻ ഈ ജിസ്മോളുടെ ഫാദറിനെ UK വിളിച്ച് പറയുന്നത് ഈ ജിസ്മോളെയും കുട്ടികളെയും കാണാനില്ല എന്ന ഒരു ഫോൺ സന്ദേശമാണ് അദ്ദേഹത്തിന് ആദ്യം ലഭിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ജിമ്മി ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരു സത്യസന്ധതയുമില്ല. അതൊക്കെ ഇതിൻ്റെ പിന്നിൽ കെട്ടിച്ച ഈ കുടുംബത്തെ വെള്ളപൂശാൻ വേണ്ടി ഇവർ വലിയ കുടുംബമാണ്, ഇവർ വലിയ നല്ല ആൾക്കാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ട്. കാരിത്താസിലേക്ക് കൊണ്ടുപോയി കാരിത്താസ് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ് കാരിത്താസുകാരും ഈ കുടുംബവും ശ്രമിച്ചത്. പക്ഷേ ഞങ്ങൾ അന്ന് അപ്പോൾ SP പറഞ്ഞു, ഇവരുടെ ഭർത്താവ് ജോലി ചെയ്യുന്നത് ഈ ആശുപത്രിയിലാണ്, ഇവിടെ ഈ മൃതദേഹം സൂക്ഷിക്കാൻ പറ്റില്ല എന്നറിയിച്ചപ്പോൾ അപ്പോൾ തന്നെ SP ഓർഡർ കൊടുത്ത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഈ മൃതശരീരങ്ങൾ മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട്, കാരണം ഇവർ എപ്പോഴും രക്ഷിക്കാൻ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ മറ്റൊന്നുകൊണ്ട് പറയുന്നല്ല, ഇപ്പം നമ്മുടെ CBI ഡയറി കുറിപ്പ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിനകത്ത് സുകുമാരൻ എന്ന് പറയുന്ന നടൻ DYSP ആയിട്ട് ആ കേസ് അന്വേഷിക്കുന്നത് ആദ്യം വരുന്ന സുകുമാരനാണ്. അപ്പോൾ തോമാച്ചൻ എന്ന് പറയുന്ന ആ മരിച്ച പെൺകുട്ടിയുടെ അച്ഛനോട് ഇദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നതാണ്. തോമാച്ച, മരിച്ചവരോ മരിച്ചു, ജീവിച്ചിരിക്കുന്നവരുടെ സമാധാനം കെടുത്തണോ എന്ന് ആ CBI ഡയറി കുറിപ്പിലെ ആ ഡയലോഗ് വളരെ പ്രസക്തമാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളത് ആ ഡയലോഗിനെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, എല്ലാ സംവിധാനങ്ങളും മരിച്ചവരുടെ കൂടെ അല്ല. എല്ലാ ഭരണ സംവിധാനവും എല്ലാ നിയമസംഹിതയും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ആണ് വഴിപ്പെടുന്നത്, അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും മരിച്ചവർക്ക് എല്ലാം നീതി ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കാനും പറ്റില്ല. കാരണം അത് ഇവിടുത്തെ നിയമ സംവിധാനത്തിൻ്റെയും ഇവിടുത്തെ രാഷ്ട്രീയ ഇടപെടലുകളുടെയും ഒക്കെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. ആ സിനിമയുടെ ഡയലോഗ് വളരെ കൃത്യമാണ്, നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കാരിത്താസിൽ വെച്ച് എന്തെങ്കിലും ദുരൂഹമായ കാര്യങ്ങൾ നടന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അത്തരത്തിൽ ഞങ്ങൾ ആദ്യം ഇപ്പം ഈ നമ്മുടെ ജിസ്മോളുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നെന്ന് പറയുന്നത്, ആദ്യം കാരിത്താസിലെത്തുന്നത് ഞാനും എൻ്റെ സുഹൃത്ത് അശോകും ജിസ്മോളുടെ അച്ഛൻ്റെ അനിയൻ സ്റ്റീഫനും കൂടിയാണ് ആദ്യമായി ഈ വിവരമറിഞ്ഞ് കാരിത്താസിൽ എത്തുന്നത്. ആ സമയത്ത് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കാഷ്വാലിറ്റി കയറിയപ്പോൾ ഈ 3 പേരും മരിച്ച് കിടക്കുന്ന ഇതാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് ആണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലോട്ട് മാറ്റാനുള്ള സംവിധാനം ചെയ്ത് പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടത്തിനുള്ള നടപടികൾ സ്വീകരിച്ചതൊക്കെ ആ സമയത്താണ്. അപ്പം നമുക്ക് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ, കാരണം അവർക്ക് അത്ര സ്വാധീനമുള്ള സ്ഥലമായതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയാൻ സാധിക്കുന്നില്ല. അതിലൊരു അന്വേഷണം വേണമെന്ന് തോന്നുന്നുണ്ട്. അല്ല, ഇതിൻ്റെ ഈ കേസ് എന്ന് പറയുന്നത് അടിമുടി ദുരൂഹതയുണ്ട് ഇതിൽ. അപ്പോൾ ഇതിൽ അന്വേഷണം കൃത്യമായ നിലയിൽ നടന്നാൽ പോലീസ് അന്വേഷണത്തിന് ഇത് തെളിയിക്കാൻ സാധിക്കും, ഒരു സംശയവും വേണ്ട. പക്ഷേ പോലീസ് അന്വേഷണം കൃത്യമായി നടന്നാൽ എന്താണ് ആ വീട്ടിൽ നടന്നത്, എന്തുകൊണ്ട് ഇങ്ങനെയൊരു സംഭവ വികാസത്തിലേക്ക് ജിസ്മോളെ നയിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ പ്രധാനമായിട്ടും പ്രതിപട്ടികയിൽ വരുന്നവരാരൊക്കെയാണ്? പ്രതിപട്ടികയിൽ ഈ ജിസ്മോളുടെ ഭർത്താവുണ്ട്, ജിസ്മോളുടെ മദറുണ്ട്, ഫാദറുണ്ട്, ജിസ്മോളുടെ സഹോദരിമാരുണ്ട്. അല്ല, അതായത് ജിസ്മോളുടെ സഹോദരിയല്ല, ജിസ്മോളുടെ അമ്മായിയമ്മ, ജിസ്മോളുടെ നാത്തൂൻ, ജിമ്മിയുടെ സഹോദരിമാർ, ഇത്രയും പേര് പ്രതിപട്ടികയിലുള്ളതാണ്. പിന്നെ ആ പിതാവ് ഉണ്ടോ? പിതാവ്, ജിമ്മിയുടെ പിതാവ്. അപ്പോൾ കൂട്ടമായിട്ടുള്ളൊരു മാനസിക പീഡനമാണ് ഏറ്റിരുന്നത്. കാരണം ഈ പിതാവിൻ്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട് വണ്ടി, അവർക്ക് ബസ്സുള്ളവരാണ്, ആ ബസ് വിറ്റപ്പോൾ ഉണ്ടായ ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു കേസിൽ ജിസ്മോളുടെ വാദിച്ചതിൽ ആ കേസ് പരാജയപ്പെട്ടു എന്ന പേരിൽ ജിസ്മോളെ ഹരാസ് ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ സംസ്കാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, സംസ്കാരം നാളെ രാവിലെ, നാളെ ജിസ്മോളുടെ ജിസ്മോളുടെ കുടുംബ പള്ളിയായ ചെറുകര സെൻറ്റ് മേരീസ് കനാനായ പള്ളിയിൽ 3 മണിക്കാണ് ശവസംസ്കാര ചടങ്ങ്. 3 മണിക്ക് അല്ലേ? ഓക്കെ. അപ്പോൾ നിയമത്തിൽ പൂർണ്ണമായും വിശ്വാസത്തോടെ തന്നെ ജിസ്മോളുടെ കുടുംബം ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു നാൾ വഴിയിലും പിന്നോട്ടില്ല എന്ന് തന്നെയല്ലേ പറയുന്നത്? ഇല്ലില്ല, ഒരു നാൾ വഴിയിലും പിന്നോട്ടില്ല. അതിന് ശക്തമായ പിന്തുണ മുത്തോലി പഞ്ചായത്ത് ഭരണസമിതിയും മെമ്പർമാരും എല്ലാം ഒറ്റക്കെട്ടായിട്ട് പിന്നിലുണ്ട്. നാട്ടുകാർ ഒറ്റക്കെട്ടായിട്ട് പിന്നിലുണ്ട്. ഞങ്ങൾ 3 പേരും, അശോക്, വിശ്വൻ, ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ 3 പേരും ഇതിൻ്റെ പിന്നിൽ അതിശക്തമായിട്ട് പിന്തുണ കൊടുക്കുന്നുണ്ട്. എല്ലാ തരത്തിലും ഉള്ള പിന്തുണ കൊടുക്കുന്നുണ്ട്. ഹൈക്കോടതിയിലെ അഭിഭാഷകർ
ഇതിന് പിന്തുണ തരുന്നുണ്ട്. പല കോടതിയിലെ അഭിഭാഷകർ ഇതിന് പിന്തുണ തരുന്നുണ്ട്. കാരണം ഈ കുട്ടിയെക്കുറിച്ച് അറിയാവുന്ന ഒരാളും ഹൈക്കോടതിയിൽ തന്നെ പല ജഡ്ജിമാരുമായിട്ടും അത്രയും സൗഹൃദമുള്ള ഒരു വ്യക്തിയാണ് ഈ ജിസ്മോൾ, ചെറുപ്രായത്തിൽ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഇവളിങ്ങനെ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന് എല്ലാ നിയമജ്ഞരും പറയുന്നു. അതിന് ആരൊക്കെയാണ് കാരണക്കാർ അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ചേട്ടൻ ഇപ്പോൾ പറഞ്ഞു ചേട്ടനൊരു BJP-യുടെ മെമ്പറാണ്, ഒരു കോൺഗ്രസ്സുകാരിയായിരുന്നു ജിസ്മോൾ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു കേസിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. തീർച്ചയായും. കാരണം അതിൽ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല, മതപരമായ കാര്യങ്ങൾ കാണേണ്ടതില്ല. നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിൽ നമുക്ക് എന്താണോ നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് നീതിയുടെ വാതിലുകൾ തുറക്കപ്പെടും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ആ ഒരു നീതി അവർക്ക് ലഭ്യമാണ്. കുടുംബത്തിന് മനസ്സമാധാനം ഉണ്ടാകണമെങ്കിൽ കാരണം നീതി ലഭ്യമായേ മതിയാകൂ. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിന് ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.